രാജു റിക്ഷ ഇന്നത്തെ ദിവസം നല്ല കുസൃതിയിലായിരുന്നു. ഇന്ന് ഏപ്രിൽ ഫൂൾ ഡേ ആണ്. ഇന്ന് ഏപ്രിൽ 1-ാം തീയതിയാണ്. നോക്കിക്കോ, ഞാൻ ഇന്ന് എല്ലാവരെയും പറ്റിക്കും. ഹേ രാജു, നിനക്ക് എവിടെന്നാണ് ഈ ടെലസ്കോപ്പ്? നീ എന്താണ് ഈ നോക്കുന്നത്? അതെ ചാർലി, ഇതൊരു ടെലസ്കോപ്പാണ്. ഞാനിതിലൂടെ നക്ഷത്രങ്ങളെ നോക്കുകയായിരുന്നു. നിനക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റുമോ? അതും ഈ പകലിൽ? അതെ ചാർലി, നിനക്കും പറ്റും. നീ ഒന്ന് നോക്ക്. എവിടെയാണ് നക്ഷത്രങ്ങൾ? എനിക്ക് ഒന്നിനെയും കാണാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അത് ശനിഗ്രഹത്തെക്കാളും വലുതാണ്. നിനക്ക് നോക്കാൻ അറിയില്ല, അതാണ്. നീ എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ രാജു? ഏപ്രിൽ ഫൂൾ ചാർലി. ഹായ് ടീന. ഹായ് രാജു, ഇതൊരു ഗിഫ്റ്റ് അല്ലേ? ഇത് എനിക്കുള്ളതാണോ? അതെ ടീന, ഇതൊരു ഗിഫ്റ്റ് ആണ്. ഇത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഹായ്, താങ്ക് യു രാജു. ഏപ്രിൽ ഫൂൾ ടീന, നല്ല സമ്മാനമല്ലേ? അല്ല, ഇനി എവിടെയാണ് ടൂത്ത് പേസ്റ്റ്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീ മുഖം കഴുകിയില്ലായിരുന്നു? എന്ത്, മുഖം കഴുകിയില്ലെന്നോ? മുഖം കഴുകിയതായിരുന്നല്ലോ. എന്തെങ്കിലും പ്രത്യേകത എന്റെ മുഖത്ത് തോന്നുന്നുണ്ടോ? അതെ, നിന്റെ മുഖം നിറയെ ടൂത്ത് പേസ്റ്റ് ആണ്. ഏപ്രിൽ ഫൂൾ റാഫി. രാജു കരുതിയത് അവൻ ചെയ്തത് തമാശയാണെന്നാണ്. പക്ഷേ അവൻ അറിഞ്ഞില്ല അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുവെന്ന്. എന്താണ് പ്രശ്നം കൂട്ടുകാരെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രശ്നം രാജുവാണ്. രാവിലെ അവൻ എല്ലാവരെയും പറ്റിക്കുകയാണ്. അവനെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. ഉടനെ തന്നെ രാജു ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഏപ്രിൽ ഫുൾ ഗെയിം കളിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത ദാഹം. മോട്ടോജിയുടെ കൈവശം എനിക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താണത്? അത് യമ്മി ആയിരിക്കും. ഹായ് മിസ്റ്റർ മോട്ടോജി, നിങ്ങൾ എന്താണ് അവിടെ തൂക്കിയിടാൻ പോകുന്നത്? അതൊരു അടയാളമല്ലേ? അപ്രത്യക്ഷമാകുന്ന ഡ്രിങ്ക്. ഇത് കുടിക്കരുത്. കുടിച്ചാൽ കുടിക്കുന്നയാൾ അപ്രത്യക്ഷമായി പോകും. ഓ നോ, ഞാൻ ഈ അപ്രത്യക്ഷമാകുന്ന ഡ്രിങ്ക് കുടിച്ചു. എന്നെ ഇപ്പൊ കാണാതാകുമല്ലോ. മിസ്റ്റർ മോട്ടോജി, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ടോ? കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഹലോ, ഇത് ഞാനാണ് രാജു. രാജു ദ റിക്ഷ. ഓ നോ, ഞാൻ അദൃശ്യനായി പോയല്ലോ. ഞാൻ എന്റെ കൂട്ടുകാരെ കണ്ടെത്തട്ടെ. ചിലപ്പോ അവർക്ക് എന്നെ കാണാൻ സാധിക്കും. ഓ ചാർലി, ടീന, നിങ്ങൾക്ക് എന്നെ കാണാമോ? നിങ്ങൾക്ക് എന്നെ കേൾക്കാമോ? ഇത് നല്ല രസമുണ്ടല്ലോ ചാർലി. ഈ രാജു എവിടെ പോയതാണോ? അവനും ഇത് ഇഷ്ടമാണ്. ഞാൻ അവനെ കണ്ടിട്ട് കുറെ നേരമായി ടീന. അവൻ അദൃശ്യനായി എന്നാണ് തോന്നുന്നത്. ഓ നോ, ഇവർക്കും എന്നെ കാണാനാവുന്നില്ല. ഇനിയിപ്പോ ഞാൻ എന്തു ചെയ്യും? റാഫി, നിനക്കെന്നെ കാണാമോ? നിനക്കെന്നെ കേൾക്കാമോ? നീ ഇതെങ്ങോട്ടാണ് ഈ പോകുന്നത് ചെറുപ്പക്കാരോ? ഞാൻ കണ്ടില്ലെന്ന് കരുതിയോ? റാഫി, നിനക്കെന്നെ കാണാമോ? നീ എങ്ങനെ പോകും ബാബക്കുട്ടി? നീ പോകുന്നത് ആർക്കും കാണാൻ പറ്റില്ലല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തെ, ഞാനൊരു സവാരി ടാക്സിയാണ്. എനിക്കൊരു ഓട്ടോ തരുന്നേ. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. ആർക്കും എന്നെ കാണാനാവുന്നില്ല. ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നതായിരിക്കും നല്ലത്. എനിക്ക് അത്ഭുതം തോന്നുന്നു, ഈ രാജു എവിടെ പോയി? ഞാനും അതാ നോക്കുന്നത്. ഇപ്പോഴെങ്ങാണ് ഞാൻ അവനെ കണ്ടിരുന്നെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ എന്താ പറയാൻ പോകുന്നത്? അതായത് ഏപ്രിൽ ഫൂൾ രാജു. അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാമല്ലേ? അതെ, ഞങ്ങൾക്ക് കാണാമായിരുന്നു. അതെ, ഞാൻ പറയുകയാണ്, ഇത് നിന്നെ കാണാൻ നല്ല രസമുണ്ട്. അദൃശ്യനാകുന്ന ആ ഡ്രിങ്ക് നിനക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ? അത് വെറും വെള്ളം മാത്രമായിരുന്നു. അപ്പൊ നിങ്ങൾ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ?
നീ ഇന്ന് മുഴുവൻ ടൗണിലെ എല്ലാരെയും ഓടി നടന്ന് പറ്റിക്കായിരുന്നില്ലേ? ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ രാജു, തമാശകൾ എപ്പോഴും തമാശകളായിരിക്കില്ലെന്ന്. പക്ഷെ ഇന്ന് ഏപ്രിൽ ഫുൾ ഡേ അല്ലേ? അതെ രാജു, പക്ഷേ നിന്റെ കുസൃതികൾ കൂട്ടുകാരെ സന്തോഷിപ്പിക്കാനുള്ളതായിരിക്കണം, അല്ലാതെ വേദനിപ്പിക്കാനും കളിയാക്കാനും വേണ്ടി ആകരുത്. മനസ്സിലായോ നിനക്ക്? ഞാൻ എല്ലാവരെയും വേദനിപ്പിച്ചു, എന്നോട് ക്ഷമിക്കൂ. അതിനുശേഷം രാജു തന്റെ കഴിവുകൾ ഉപേക്ഷിച്ച് ഫ്രണ്ട്സിനെ കളിയാക്കാൻ ശ്രമിച്ചില്ല. പകരം അവരെ സന്തോഷിപ്പിക്കാനും രസിപ്പിക്കാനുമാണ് അവൻ. രാജു റിക്ഷ ജീവിച്ചിരുന്ന ഫൺ ടൗൺ അറിയപ്പെട്ടിരുന്നത് ഫൺ പേർ എന്നായിരുന്നു. ഇന്ന് അവന് തിരക്കുള്ള ദിവസമാണ്. അവന്റെ കസിൻ നന്ദ അവനെ കാണാൻ വരുന്നുണ്ട്. ഹേ രാജു, ഞങ്ങളോടൊപ്പം കളിക്കാൻ വരൂ. ഇപ്പോൾ പറ്റില്ല ടീന, എനിക്ക് നന്ദയെ വിളിക്കാൻ പോണം. സൺസെറ്റ് സമയത്ത് അവൾ ആ നദിക്കരയിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേഗമാവട്ടെ, സൂര്യൻ അസ്തമിക്കാനുള്ള സമയമായി. മാത്രമല്ല ട്രാഫിക് ജാമുമാണ്. ഓഹോ, അപ്പൊ ഞാൻ ഇനി താമസിക്കാൻ പാടില്ല. നന്ദ പേടിച്ചു പോകും. ഇത് കൊള്ളാമല്ലോ. ഇത് നല്ല രസമുണ്ടല്ലോ, നല്ല വേഗവും. ഏയ് നിൽക്ക്, ഞാൻ എന്റെ സീറ്റ് ബെൽറ്റ് ഒന്ന് നേരെയാക്കട്ടെ. ഹായ് നന്ദ, ഞാൻ ലേറ്റ് ആണോ അതോ നീ നേരത്തെയാണോ? ഹായ് രാജു, ഞാൻ നേരത്തെ എത്തി. ഇരുട്ടുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എത്താമെന്ന് കരുതി. ഈ ബലൂൺസ് എനിക്കുള്ളതാണോ? രാജു, തമാശകൾ പറയുന്ന പൂച്ചയെ എന്താണ് വിളിക്കുക? ഒരു തമാശ പൂച്ച, പിന്നെ ഒരു വട്ടൻ ആട്ടിൻകുട്ടിയും. നീ ഒരു പാവത്തൻ തന്നെ. നന്ദ സുന്ദരിയായ ഒരു ചെറിയ ഓട്ടോറിക്ഷയാണ്. മറ്റുള്ള ഓട്ടോറിക്ഷകളെ പോലെ തന്നെ അവൾക്കും ഇരുട്ടിനെ പേടിയാണ്. രാജു, നീ എവിടെയാണ്? ഞാൻ ഇവിടെ തന്നെയുണ്ട് നന്ദ, നീ പേടിക്കണ്ട. പവർ കട്ട് ആയതായിരിക്കും. എനിക്ക് ഇരുട്ടിന് പേടിയാണ് രാജു. അതെന്റെ എഞ്ചിന്റെ സ്പീഡ് കൂട്ടും. എന്റെ ടയറുകൾ ജെല്ലി പോലെ ആകും. പിന്നെ ചില സമയത്ത് അതെന്റെ ടാങ്കിൽ ലീക്ക് ഉണ്ടാക്കുകയും ചെയ്യും. നന്ദ, നീ വെറുതെ ഇരുട്ടിനെ പേടിക്കേണ്ടതില്ല, പ്രത്യേകിച്ച് ഈ ഫൺ പവറിലുള്ളപ്പോ. വരൂ, ഇരുട്ട് എത്ര സുന്ദരമാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്താ നമ്മൾ കുന്നിന്റെ മുകളിലേക്ക് പോകുന്ന രാജു? ഇവിടെ നല്ല ഇരുട്ടാണ്, എനിക്ക് പേടിയാണ്. അതേ നന്ദ, നീ പേടിക്കുന്ന ഈ ഇരുട്ടിൽ നിനക്കൊരു കരടിയെ കാണാൻ കഴിയും. എന്താ കരടിയോ? അയ്യോ. ആകാശത്തിലേക്ക് നോക്കൂ നന്ദ. വൗ, ഇന്ന് രാത്രി കമ്പക്കെട്ടുണ്ടോ ഇവിടെ? അല്ല നന്ദ, അതൊന്നും കമ്പക്കെട്ടല്ല, അവ നക്ഷത്രങ്ങളാണ്. പിന്നെ വാൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും. വളരെ ഇരുട്ടുള്ളപ്പോൾ മാത്രമേ നിനക്കവയെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിനെ പോലെ സുന്ദരിയാണ്. പിന്നെ ആ കരടിയെ ഞാൻ കാണുന്നുണ്ട്. ഇതൊരു നക്ഷത്രക്കൂട്ടമാണ്. അതെ നന്ദ, ഇത്രയ്ക്കും ഇരുട്ടായത് കൊണ്ടാണ് നിനക്കവയെ കാണാൻ കഴിയുന്നത്. നന്ദ, എന്റെ പുറകെ വരൂ. രാജു, എന്തിനാണ് നമ്മൾ ഇവിടെ വന്നത്? ഇവിടെ നല്ല ഇരുട്ടാണ്. ചിലപ്പോൾ ഭൂതങ്ങൾ ഉണ്ടാകും. അത് ശരിയാണ് നന്ദ, അങ്ങോട്ട് നോക്കൂ, അവിടെ ഒരു ഭൂതം. അതൊരു ഭൂതമാണ്. അത് അടുത്തേക്ക് വരുന്നു. അത് അടുത്ത് വരുമ്പോ നമുക്ക് വേഗം ഓടാം. എന്റെ ഹോൺ കേട്ടിട്ട് നിങ്ങൾ പേടിച്ചു പോയോ കുട്ടികളെ? ഓ പിന്നെ, എന്റെ വലിയ വായകനുണ്ട്. എന്റെ ഈ വലിയ ശരീരം കണ്ട് നിങ്ങളൊന്ന് പേടിച്ചു കാണും. നന്ദ, ഫൺ പേറിലെ പേടിപ്പെടുത്തുന്ന ഭൂതങ്ങളെ പരിചയപ്പെടും. റാഫി, പിന്നെ സിംഗും. ഓ, നിഴൽ ഭൂതങ്ങൾ. ഞാൻ കരുതി യഥാർത്ഥ ഭൂതങ്ങളാണെന്ന്. സോറി നന്ദ, ഞങ്ങൾ മൂൺലൈറ്റിൽ നിഴലുകൾ ഉണ്ടാക്കുകയായിരുന്നു. ഈ ഇരുട്ടത്ത് അങ്ങനെ ചെയ്തത് ഞങ്ങളുടെ ഇഷ്ട വിനോദമാണ്. അത് നല്ല രസമുള്ള കാര്യമാണല്ലോ. സൈലൻസ്. മര്യാദ പാലിക്കൂ. നിങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. രാജു, നന്ദ, നിങ്ങൾ ഇവിടെ എത്തുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ടീന, നിങ്ങൾ രണ്ടുപേരും വരൂ. അതെന്തായാലും തുടങ്ങാറായിട്ടുണ്ട്. എന്താണ് തുടങ്ങാൻ പോകുന്നത് രാജു? നോക്ക്. എന്താണ് ഈ ശബ്ദം? ഓ, മാജിക് പോലുണ്ട്.
അത് വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദമാണ് നന്ദ. നിനക്കത് കേൾക്കണമെങ്കിൽ വളരെ വളരെ നിശബ്ദമായിരിക്കണം. ഇനി ഈ ലൈറ്റുകൾ എന്താണ്? ഇതെല്ലാം പ്രകാശമുള്ള മിന്നാമിനുങ്ങളാണ് നന്ദ. നല്ല ഇരുട്ടുള്ളപ്പോൾ മാത്രമേ നിനക്കവയെ കാണാൻ സാധിക്കൂ. അവ മൂൺലൈറ്റിൽ നൃത്തം ചെയ്യുകയാണ്. നീ പറഞ്ഞത് ശരിയാണ് രാജു. രാത്രി വളരെ രസകരമാണ്. ഞാനിതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയാണ്. 901, 902, 903, 904. വൗ! ഏയ്, എന്താണത്? അതൊരു തിളക്കമുള്ള ഷൂട്ടിംഗ് സ്റ്റാർ ആണ് നന്ദ. ഒരാഗ്രഹം പറഞ്ഞോളൂ. ഒരു ആഗ്രഹമോ? അത് എവിടെ പോവുകയാണെങ്കിലും നമുക്കതിനെ പിന്തുടരാം. അതെ, വരൂ പോകാം. നമുക്ക് ഒരുമിച്ച് പോകാം. ഏയ്, വരൂ, എന്നെ പിന്തുടരൂ. ഞാൻ വരുന്നു. നന്ദ പിന്നീട് ഒരിക്കലും ഇരുട്ടിനെ ഭയപ്പെട്ടതേയില്ല. രാജു പറഞ്ഞതുപോലെ അവൾക്ക് മനസ്സിലായി രാത്രി രസമുള്ളതാണ്.